ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷ ആചാര്യനായ ഡോക്ടർ KV സുഭാഷ് ചന്ദ്ര അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ലേഡീസ് അവറിന്റെ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ആയുസ്സിന്റെ വേദമാണ് ആയുർവേദം. അതുപോലെ മനുഷ്യന്റെ ആയുസ്സിനോ അല്ലെങ്കിൽ നിത്യചര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിന് പരിഹാരം തരുന്ന ഒന്നാണ് ജ്യോതിഷം. ഇവ രണ്ടും തമ്മിൽ പണ്ട് തൊട്ടേ ബന്ധമുണ്ട്. കാര്യം നമ്മുടെ കാരണവന്മാരിപ്പോൾ വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പുതുതായിട്ടൊരു മരുന്ന് കൊടുക്കുമ്പോൾ ഒന്ന് പോയി ആ കുട്ടിയുടെ സമയം നോക്കി അതിനിപ്പോൾ ശരിയാണോ, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതിന് നമ്മൾ സമയം നോക്കി മരുന്ന് കഴിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ ആയുർവേദവും ജ്യോതിഷവും തമ്മിലൊരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പച്ചമരുന്നുകൾ ഇപ്പോൾ അതും ജ്യോതിഷവുമായിട്ടുള്ള ബന്ധമൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ സാർ? ഇപ്പോൾ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ പഠിക്കാനായിട്ട് വളരെ ഓർമ്മശക്തി കുറവാണെങ്കിൽ സാധാരണ ചില ആചാര്യന്മാർ പറയും സാരസ്വതകൃതം നെയ്യ് സേവിക്കുക, അത് വാങ്ങിച്ച് സേവിക്കുക, ഇത് വാങ്ങിച്ച് സേവിക്കുക. അപ്പോൾ ഇവിടെ തന്നെ ജ്യോതിഷവും ആയുർവേദവുമായിട്ടൊരു ബന്ധം വരുന്നുണ്ട്. നമ്മളുടെ തൊടികളിലുള്ള ബ്രഹ്മി ചതച്ച് പിഴിഞ്ഞ നീര് കുട്ടിക്ക് ദിവസം കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് നല്ല ഓർമ്മശക്തി കിട്ടും. ഈ സാധനം ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ബ്രഹ്മി തന്നെ കുട്ടി ഒരു ചുക വ്യത്യാസം ഉള്ളതുകൊണ്ട് കഴിക്കാൻ മടി കാണിക്കുന്നതിന് പാലിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും ഓർമ്മ കിട്ടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ സാരസ്വതകൃതം നെയ്യ് 21 ദിവസം സേവിക്കുന്ന പോലെ തന്നെ ഈ ബ്രഹ്മിയും 21 ദിവസം, എത്ര ദിവസമാണോ 7 ദിവസം, എപ്പോഴും ആയുർവേദം എല്ലാം ഉപയോഗിക്കുന്ന ഒറ്റ സംഖ്യയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് 7ന്റെ ഗുണിതങ്ങളായിരിക്കാം. അപ്പോൾ 7 ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ബ്രഹ്മി കുട്ടിക്ക് ചാറ് പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം, അങ്ങനെ 7ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന, അപ്പോൾ 7 കഴിഞ്ഞാൽ 14നല്ല പ്രാധാന്യം, 21നാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഓർമ്മശക്തിക്കുള്ള തെളിച്ചം കിട്ടും. പിന്നെ അതുകൂടാതെ ഇപ്പോൾ മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. ഈ മഞ്ഞപ്പിത്തം വരുമ്പോൾ തന്നെ ഇത് ലിവറിലേക്കൊക്കെ പകർന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആശുപത്രിയിൽ ചെന്നിട്ടുള്ള ചികിത്സ കൂടുതൽ സാധ്യമാകുന്നത്. അല്ലാത്ത രീതിയിൽ ഇതിന് ചെല്ലുകയാണെങ്കിൽ കീഴാർനെല്ലി എന്ന് പറയുന്ന പച്ചമരുന്ന് നമ്മുടെ തൊടികളിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ കാരണന്മാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഈ കീഴാർനെല്ലി സമൂലം അരച്ച് പിഴിഞ്ഞ് അത് പച്ചപ്പാലിൽ 7 ദിവസം കലക്കി കുടിക്കുകയാണെങ്കിലും ഈ മഞ്ഞപ്പിത്തം മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതൊന്നും പലർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാതെ കിടക്കുകയാണ്. പിന്നെ അതുകൂടാതെ കൗമാരക്കാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതാണ് മുഖക്കുരു എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ മുഖക്കുരുവിന് വേണ്ടിയിട്ട് ക്രീം വാങ്ങിച്ച് പുരട്ടുക, അത് മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ട്, കുട്ടിക്കും ബുദ്ധിമുട്ട്. കാരണം മുഖക്കുരു ഇങ്ങനെ നിറഞ്ഞു വരുന്ന സമയത്ത് കുട്ടീനെ പഠിപ്പിനെ തന്നെ ഇത് ബാധിച്ചാളെ. അപ്പം മുഖക്കുരുവിനാണെങ്കിൽ സിമ്പിളായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ആ ഇംഗ്ലീഷ് മരുന്ന് കടകളിൽ പനിനീര് കിട്ടും. ഒറിജിനൽ റോസ് വാട്ടർ ഒറിജിനലായിരിക്കണം. അല്ലാതെ പൂജാക്കടലിൽ കിട്ടുന്നത് 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 12 രൂപയ്ക്ക് കിട്ടുന്ന റോസ് വാട്ടർ കെമിക്കൽ ചേർന്നതും, മറിച്ച് ഇംഗ്ലീഷ് മരുന്ന് കടകളിൽ കിട്ടുന്ന റോസ് വാട്ടർ ഒറിജിനലായിരിക്കും. അതിപ്പോൾ ഒരു 100 മില്ലിക്ക് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ചിലർ 30, ചിലർ 35. അപ്പോൾ ഈ റോസ് വാട്ടർ ഒരു 100 മില്ലി വാങ്ങിക്കുക, ഒരു ചെറുനാരങ്ങ വാങ്ങിക്കുക. അപ്പോൾ ഒരു ചെറുനാരങ്ങ വേണമെങ്കിൽ ഒരെണ്ണം തന്നെ മൊത്തം പിഴിയാം, അല്ലെങ്കിൽ അര പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അളവിൽ ഈ പനിനീര്, റോസ് വാട്ടർ, ഒറിജിനൽ റോസ് വാട്ടർ കൊണ്ട് മിക്സ് ചെയ്തിട്ട് എവിടെയാണോ മൂക്കുരുള്ളത് അവിടെ അതിലങ്ങ് തടയി കൊടുത്താൽ മതി. അങ്ങനെ തടകി നിന്നിട്ട് അരമണിക്കൂറിന് ശേഷം അത് വെള്ളത്തിൽ കഴുകിക്കളയണം. അങ്ങനെ ഒരു ദിവസം ചെയ്താൽ തന്നെ മൂക്കൊരു പകുതി അങ്ങ് താഴും. ഇങ്ങനെ ഒരു ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഒരു 3 ദിവസം ചെയ്യുകയാണെങ്കിൽ ഈ മൂക്കൊരു ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായ ഒരു സംഭവമാണ്. ഇതിനു വേണ്ടി വേണ്ടാത്ത ക്രീമുകളൊന്നും വാങ്ങി പുരട്ടേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് പ്രകൃതിയുണ്ട്. കാരണം ഈ റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. കാരണം അവിടെയാണ് കൂടുതലും റോസാപ്പൂവിൻ്റെ കൃഷിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അവരതങ്ങനെ കൂടുതലും അതിൽ നിന്ന് വാറ്റിയെടുത്തിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ചിലർ കെമിക്കൽ കലക്കി വരുമ്പോഴാണ് ഇത് തീരെ വില കുറഞ്ഞു വരുന്നത്. പൂജക്കടകളിലൊക്കെ കെമിക്കൽ കലക്കി വരുന്ന പനിനീരാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിത് ഇംഗ്ലീഷ് മരുന്ന് കടകളിൽ കിട്ടുന്നുണ്ട്. ഒറിജിനൽ പനിനീര് വേണമെന്ന് പറഞ്ഞാൽ അവർ തരും. അപ്പോൾ ആ പനിനീരും പിന്നെ ചെറുനാരങ്ങ വാങ്ങിച്ചിട്ട് അതിൻ്റെ തുല്യ അളവിൽ മിക്സ് ചെയ്യുക. ഒരു ദിവസം എടുത്തത് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പാടില്ല. കാരണം 1-2 ദിവസമാണ് ഉപയോഗിക്കുന്നത്. ഇത് അരമണിക്കൂറിനുള്ളിൽ നിൽക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സിട്രിക് ആസിഡാണ് ചെറുനാരങ്ങ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പൊള്ളൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അരമണിക്കൂറേ പാടുള്ളൂ. അങ്ങനെ 1-2 ദിവസങ്ങളിൽ ഒരു 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂക്കുരുവിൻ്റെ ശല്യം നമുക്ക് മാറിക്കിട്ടും.
പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും വലിവ് അല്ലെങ്കിൽ കഫക്കെട്ട്, എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത കഫക്കെട്ടും വലിവൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വരുമ്പോൾ സാധാരണ ഈ പല ചികിത്സ നടത്തിയിട്ടും പറ്റാത്തവർക്ക് ചെയ്യാവുന്ന ഒരു സംഭവം ഈ ആയുർവേദ കടകളിൽ, അതായത് അങ്ങാടി കടകൾ എന്ന് പറഞ്ഞാൽ പച്ചമരുന്ന് കടകളുണ്ട്, അവിടെ ചെറുതിപ്പല്ല്, ചുക്ക്, കുരുമുളക്, ഇത് മൂന്നും ചേർന്ന ത്രികടു എന്നാണ് പറയുന്നത്. ത്രികടു എന്ന് പറയുന്നത് മൂന്നിനും ഭയങ്കര എരിവാണ്, അതുകൊണ്ടാണ് ത്രികടു എന്ന് പറയുന്നത്. മറ്റേ ത്രിഫല എന്ന് പറയുന്നത് വേറെയാണ്, ഇത് ത്രികടുവാണ്. അപ്പോൾ ചുക്ക്, കുരുമുളക്, ചെറുതിപ്പല്ല്. തിപ്പല്ല് രണ്ട് വിധമുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. നമുക്ക് ആവശ്യം ചെറുതിപ്പല്ലിയാണ്. ഇതൊരു 50 ഗ്രാം വാങ്ങിച്ചിട്ട് അത് വെവ്വേറെ പൊടിക്കണം. അതായത് വേണമെങ്കിൽ 50 ഗ്രാം വെവ്വേറെ മിക്സിയിൽ പൊടിച്ച് വയ്ക്കാം, വെയിലത്തിൽ ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച് ചെറിയ ചെറിയ ജാറുകളിലാക്കി വയ്ക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഒത്ത ആരോഗ്യമുള്ള ഒരാൾക്കാണെങ്കിൽ 5 ഗ്രാം വീതമാണ് ഉപയോഗിക്കേണ്ടത്. 5 ഗ്രാം ചെറുതിപ്പല്ല്, 5 ഗ്രാം ചുക്ക്, 5 ഗ്രാം കുരുമുളക്, ഈ പൊടി മൂന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ 15 ഗ്രാമായി. അതിന് തുല്യമായ അളവിൽ 15 ഗ്രാം പഞ്ചസാര, അപ്പോൾ 30 ഗ്രാം. ഈ 30 ഗ്രാം തേനിൽ ചാലിച്ച് രാവിലെയും വൈകിട്ടും ഒരു 7 ദിവസം കഴിച്ചാൽ ഈ കഫം എല്ലാം ഇളകിപ്പോവും. അപ്പോൾ കഫം കൊണ്ട് വരുന്ന വലിവാണെങ്കിൽ ഇത് കഴിയുമ്പോൾ മാറും. ഇത് തന്നെ ആവശ്യമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോർമലായി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കരുത്. പിന്നീട് ഒരു 6 മാസം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കഫത്തിൻ്റെ ശല്യം വന്നാൽ അപ്പോഴേ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ എല്ലാ മാസവും ആചാര്യം മരുന്ന് പറഞ്ഞു തന്നു, വലിയ ചിലവൊന്നുമില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമ്മളുടെ വയറിൻ്റെ ദഹന പ്രക്രിയകൾക്കെല്ലാം തടസ്സം സംഭവിക്കും. ഇത് തന്നെ ഇത്തിരി കൂടുതൽ ഉപയോഗിച്ചാൽ ഗുണം കൂടുതൽ കിട്ടുമെന്ന് കരുതേണ്ട. 5-ന് മേലെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം 5-ന് മേലെ ഉപയോഗിച്ചാൽ 10 ആയി കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും. അത്ര കണ്ട് ഡേഞ്ചർ സാധനമാണ്. ഇത് പറയുന്നത് മരുന്ന് വില കുറവാണെങ്കിലും ഇതിൻ്റെ ഫലം വളരെ വലുതാണ്. ഇത് തന്നെ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു നുള്ള ഇടാൻ പാടുള്ളൂ. കുട്ടിയുടെ അളവനുസരിച്ച്, അതായത് 3 വയസ്സൊക്കെ ഉള്ള കുട്ടിക്കാണെങ്കിൽ 1 ഗ്രാമേ വരാൻ പാടുള്ളൂ. അല്ലാതെ 5 ഗ്രാം എന്നുള്ളത് വലിയ ആൾക്ക്, പൂർണ്ണ ആരോഗ്യമുള്ള ഒരു 35 വയസ്സ് അല്ലെങ്കിൽ ഒരു യുവാവ്, ഒരു 20 മുതൽ മുകളിലേക്കുള്ള ഒരാൾക്കാണ് നമ്മൾ ഈ 5 ഗ്രാം പറയുന്നത്. ഇത് തന്നെ തീരെ ചെറിയ കുട്ടികൾ, പൊടിക്കുഞ്ഞൊക്കെ ആണെങ്കിൽ തീരെ ഒരു നുള്ള ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് 1 ഗ്രാമിൻ്റെ അളവിൽ വരാൻ പാടുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഒരളവിൽ തന്നെ കൂട്ടിയിട്ട് അതിന് സമം പഞ്ചസാര കൂട്ടി തേനിൽ ചാലിച്ച് കഴിക്കണം. കാരണം അത്ര എരിവുള്ള സാധനമാണ്. അപ്പോൾ മരുന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ചെന്ന് അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. നമ്മൾ സ്വയം ചികിത്സയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം വളരെ. ഇത് കൂടുതലും ചെയ്യുന്നത് അമ്മമാരായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മാറി കിട്ടണമെന്ന് എഴുതിയിട്ടൊന്നും കൂടുതൽ അളവിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഉള്ളത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭാശയ മുഴകളാണ്. അപ്പോൾ ഇത് തന്നെ ഒരു നിവൃത്തിയില്ലാത്ത ലേഡികൾക്കൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ അവർക്ക് വലിയ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിലാണ് മുഴ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പച്ചമരുന്ന് കടകളിൽ തന്നെ കറ്റാർ വാഴ എന്ന് പറയുന്ന സാധനം കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും, ദൃഷ്ടിദോഷം ഏക്കാതിരിക്കാൻ വേണ്ടി. അതാണ് കറ്റാർ വാഴ. അപ്പോൾ ഈ കറ്റാർ വാഴ നല്ല ഇതിനുവേണ്ടി വലിപ്പമുള്ള സംഭവമാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ 1 ഇഞ്ച് നീളത്തിൽ മുറിക്കുക. അതിൻ്റെ അകത്ത് ചോറുണ്ടാവും. ഈ ചോറ് ചിരണ്ടി എടുത്തിട്ട് തേനിൽ ചാലിച്ച് രാവിലെയും വൈകിട്ടും ഒരു 63 ദിവസം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗർഭാശയ മുഴകൾ, ചെറിയ മുഴകൾ, വലുതായിട്ട് വന്നതല്ല, ഒരു ലിമിറ്റിൽ നിൽക്കുന്ന മുഴകളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഈ പറഞ്ഞ ദിവസങ്ങൾ കണക്കൂട്ടുന്ന 21 ദിവസം ഒരു കോഴ്സ്, അങ്ങനെ 3 കോഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടും. ഇന്നത്തെ പ്രണവത്തിൽ സാറ് നമുക്ക് പറഞ്ഞു തന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പച്ചമരുന്നുകളുടെയും അതിൻ്റെ കുറിപ്പടികളുമാണ്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങൾക്കും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. ഇന്ന് എരുമേലി പേട്ടതുള്ളലിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ കന്യ അയ്യപ്പന്മാരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇന്ന്, അല്ലേ? കന്യ അയ്യപ്പന്മാരും പിന്നെ മുതിർന്ന സ്വാമികൾക്കും എല്ലാം പേട്ടതുള്ളലിന്റെ ലഹരി ഒരു വ്യത്യസ്തമായ ലഹരി തന്നെയാണ്. പേട്ടതുള്ളലിന്റെ ലൈവ് വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം അതിന്റെ ഒരു ആനന്ദവും ഒരു സംഗീതവും താളവും മേളവും വാദ്യവും എല്ലാം. അതെ, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നിലനിൽക്കുന്നത് വിശ്വാസികൾക്ക്, അല്ലെ? വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ശബരിമലയിലേക്ക് പോകുന്നതിന് വ്രതം നിൽക്കുന്നവർക്കും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എല്ലാ തരത്തിലും അടിയറവ് വയ്ക്കുന്നവർക്കും ഒക്കെയുള്ള ഒരു ദിവസം തന്നെയാണ് ശബരിമല പേട്ടതുള്ളലിന്റെ ഇന്നേ ദിവസം. അതുകൊണ്ട് എല്ലാ അയ്യപ്പ ഭക്തർക്കും പേട്ടതുള്ളൽ ഇന്ന് ഉത്സവ ലഹരിയുടെ ആനന്ദകരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട പറയുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.